ഹേയ്, ഡ്രീം എച്ച് എസ് ഐയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കരിക്കുലത്തെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. കരിക്കുലം എന്ന് പറഞ്ഞാൽ കരിയർ എന്നുള്ള ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് കരിക്കുലം എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം പാത്ത്, അതായത് വഴി എന്നാണ്. സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ളത് എ ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട്സ് പ്രിസ്ക്രൈബഡ് ഫോർ സ്റ്റഡി ഇൻ എ കോഴ്സ്. ഒരു കോഴ്സിലെ പഠിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട്സ്, അങ്ങനെയാണ് പറയാറ്. സാധാരണയായിട്ട് നമ്മൾ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു കരിക്കുലം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത്. പക്ഷേ കരിക്കുലം എന്ന് പറഞ്ഞാൽ വെറും 2-3 സബ്ജക്റ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല. ഇറ്റ്സ് എ ബ്രോഡ് കൺസെപ്റ്റ്. അത് വളരെ വിശാലമായൊരു സാധനമാണ്. അപ്പോൾ ശരിക്ക് നൗ ദി ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസസ് ഫോർ ദി പീപ്പിൾ വിത്തിൻ ദി ബൗണ്ടറീസ് ഓഫ് ദി സ്കൂൾ ആൻഡ് ഔട്ട്സൈഡ്. ഇതാണ് ശരിക്ക് കരിക്കുലം. ദി ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസുകളുടെ മൊത്തം, സ്കൂളിന് പുറത്തും സ്കൂളിന് ഉള്ളിലും ലേണിംഗ് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെയാണ് യഥാർത്ഥത്തിൽ കരിക്കുലം എന്ന് പറയുന്നത്. സോ includes all those experiences, activities and environmental influences during the educational career for anticipated goals. അഥവാ എഡ്യൂക്കേഷണൽ കരിയറിൽ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസ്, എക്സ്പീരിയൻസുകൾ, എൻവയോൺമെൻ്റൽ ഇൻഫ്ലുവൻസുകൾ എല്ലാം കരിക്കുലമായിട്ട് നമുക്ക് പരിഗണിക്കാനാവും. കരിക്കുലത്തിൻ്റെ ഡെഫിനിഷൻസ് നമുക്ക് പറയാം. എങ്ങനെയാണ് കരിക്കുലത്തെ ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ 2-3 ഡെഫിനിഷൻസുകൾ പറയാം നമുക്ക്. ഒന്നാമത്തേത് ആദർ കണ്ണിംഗ്ഹാമാണ്. അയാൾ കരിക്കുലത്തെ ഡിഫൈൻ ചെയ്തത് കരിക്കുലം ഈസ് എ ടൂൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ടു മോൾഡ് ഹിസ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽസ് ഇൻ ഹിസ് സ്റ്റുഡിയോ. തൻ്റെ സ്റ്റുഡിയോയിൽ തൻ്റെ ആശയങ്ങൾക്ക് അനുസരിച്ച് തൻ്റെ മെറ്റീരിയലിനെ ഒരു മൗൾഡ് ചെയ്യാൻ, അത് രൂപപ്പെടുത്താനും ഒരു ആർട്ടിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ടൂൾ, അതാണ് കരിക്കുലം എന്നാണ് ആർതർ കണ്ണിംഗ്ഹാം പറയുന്നത്. ഈ ആർട്ടിസ്റ്റ് എന്നുള്ളത് ഒരു ടീച്ചറായി സങ്കല്പിക്കുകയും തൻ്റെ മെറ്റീരിയൽ ഒരു വിദ്യാർത്ഥിയാവുകയും തൻ്റെ ഐഡിയൽ എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റീവ് ആവുകയും എന്നാൽ സ്റ്റുഡിയോ അതൊരു സ്കൂളാവുകയും എന്ന് സങ്കല്പിക്കുകയാണ് ഇവിടെ. നെക്സ്റ്റ് മൺറോ പറയുന്ന ഒരു ഡെഫിനേഷനാണ്. കരിക്കുലം എന്ന് പറഞ്ഞാൽ ഓൾ ദി എക്സ്പീരിയൻസസ് വിച്ച് ആർ യൂട്ടിലൈസ്ഡ് ബൈ ദി സ്കൂൾ ടു അറ്റൈൻ ദി എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്കൂള് നടപ്പിൽ വരുത്തുന്ന എല്ലാവിധ എക്സ്പീരിയൻസുകളും അനുഭവങ്ങളും, അതാണ് കരിക്കുലം എന്നാണ് മൺറോ പറയുന്നത്. H.L. ലോസ്വെൽ പറയുന്നത് കരിക്കുലം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എവറിത്തിങ് ദാറ്റ് സറൗണ്ട്സ് ലേണേഴ്സ് ഇൻ ഓൾ ഹിസ് വർക്കിംഗ് അവേഴ്സ്. തൻ്റെ വർക്കിംഗ് സമയങ്ങളിൽ ഒരു ലേണറെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാം കരിക്കുലമാണെന്നാണ് ലോസ്വെൽ പറയുന്നത്. സോ കരിക്കുലം എന്ന് പറഞ്ഞാൽ എല്ലാമാണ്. ഒരു സ്കൂളിൽ ലേണിങ്ങിന് വേണ്ടി അനുഭവിക്കുന്ന എല്ലാ എക്സ്പീരിയൻസുകളും കരിക്കുലാണ്. സോ കരിക്കുലത്തിൻ്റെ ഫങ്ഷനുകൾ എന്താണ് ആകേണ്ടത്? കരിക്കുലത്തിൻ്റെ ഫങ്ഷനുകൾ: 1. സിന്തസിസ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് ലൈഫ്. തൻ്റെ സബ്ജക്റ്റും ലൈഫും തമ്മിലൊരു സിന്തസിസ് ആണ്. കരിക്കുലം എന്ന് പറഞ്ഞാൽ അതൊരു ബ്രിഡ്ജ് ആയിരിക്കണം. ഒരു സ്കൂൾ ലൈഫിൻ്റെയും ഔട്ട്സൈഡ് ലൈഫിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് തീർക്കാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കണം ശരിക്കും കരിക്കുലം. 2ാമത്തെ ഫങ്ഷൻ അക്യൂസിഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് നോളജ്. കരിക്കുലം നോളജ് കരസ്ഥമാക്കാൻ സഹായിക്കണം. ഒരു വിദ്യാർത്ഥിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ വികസിപ്പിക്കാനും അതിൽ വിജ്ഞാനം ഉണ്ടാക്കാനും സഹായിക്കാൻ വേണ്ടി ഉള്ള ഒരു ഫങ്ഷന് കൂടി കരിക്കുലം നിർവഹിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ്. ഒരു ഡെമോക്രാറ്റിക് സമൂഹത്തിൽ, അല്ല എല്ലാ സമൂഹത്തിലും ഡെമോക്രാറ്റിക് വാല്യൂ അതിൻ്റെ വികാസം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കരിക്കുലത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു ഫംഗ്ഷനുകളിലൊന്നാണ് ഡെമോക്രാറ്റിക് വാല്യൂകളെ വികസിപ്പിക്കുക എന്നുള്ളത്. ഡെമോക്രാറ്റിക് വാല്യൂസ് എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള റെസ്പെക്റ്റ്, ടോളറൻസ്, ഇക്വാലിറ്റി, ഫ്രീഡം, ഫ്രറ്റേണിറ്റി, ലിബേർട്ടി, ഈ സാധനങ്ങളൊക്കെ സമ്മതിച്ചു കൊടുക്കാനും അത് അംഗീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു മെൻറ്റാലിറ്റിയും ഉണ്ടാക്കാനുള്ള വിധത്തിലായിരിക്കണം ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സാറ്റിസ്ഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻസ് നീഡ്സ്. ഒരു പഠിക്കുന്ന ആളുടെ ആവശ്യങ്ങൾ
അതിനൊരു പൂർത്തീകരണം ഉണ്ടാക്കേണ്ടത് കരിക്കുലത്തിൻ്റെ ഫങ്ഷനാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. എബിലിറ്റീസും സ്കിൽസും ആറ്റിറ്റ്യൂഡ്സും ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ സ്കിൽസ് എന്നുള്ളതിനനുസരിച്ച് ഓരോരുത്തരെയും തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന രീതിയിലായിരിക്കണം കരിക്കുലം തയ്യാറാക്കേണ്ടത്. പിന്നെ അടുത്ത ഫങ്ഷൻ റിയലൈസേഷൻ ഓഫ് വാല്യൂസ് എന്നുള്ളതാണ്. വാല്യൂസ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഈ മൂല്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പുലർത്താനും നമ്മുടെ കരിക്കുലത്തിന് പ്രോത്സാഹനം നൽകാൻ നമ്മുടെ കരിക്കുലത്തിന് സാധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ്, ക്രിയേഷൻ ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ക്ലൈമറ്റ് ചേഞ്ച്, ഡിഫോറസ്റ്റേഷൻ, ഗ്രീൻ ഹൗസ് വാതകങ്ങൾ, പൊല്യൂഷൻസ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ. അവയെ നിയന്ത്രിക്കുകയും അവയെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്താൽ മാത്രമേ നാളത്തെ കാലത്ത് ആളുകൾക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് അവബോധം വരുത്തുകയും അങ്ങനെ നല്ലൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്വപ്നം കാണുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുകയും ചെയ്യേണ്ടത് കരിക്കുലത്തിൻ്റെ ഫങ്ഷനാണ്. സിന്തസിസ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് ലൈഫ്, അക്വിസിഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് നോളജ്, കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ്, സാറ്റിസ്ഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻസ് നീഡ്സ്, റിയലൈസേഷൻ ഓഫ് വാല്യൂസ്, ക്രിയേഷൻ ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ്. ഇങ്ങനെ 7 ഫങ്ഷൻസാണ് നമ്മൾ കരിക്കുലത്തിന് ഉണ്ടാകേണ്ടത്. ഇനി ഫൗണ്ടേഷൻസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. എങ്ങനെയാണ് ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത്? എന്തായിരിക്കണം അതിൻ്റെ അടിസ്ഥാനം? എന്തായിരിക്കണം അതിൻ്റെ ഫൗണ്ടേഷൻസ്? 3 ഫൗണ്ടേഷൻസാണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ തത്വചിന്ത, തത്വശാസ്ത്രം. ഫിലോസഫി കുറേ ഫിലോസഫികളുണ്ട്. ഇപ്പോൾ ഐഡിയലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം, എക്സിസ്റ്റൻഷ്യലിസം, അങ്ങനെ കുറേ ഇസങ്ങളുണ്ട്. ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോകം എന്നുള്ളതൊരു വെറും മിഥ്യ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ളത് നാളെ വരാനിരിക്കുന്ന ലോകമാണ്. സോ ഇവിടെയുള്ള മൊറാലിറ്റി അതാണ് നാളത്തേക്ക് നമുക്കുള്ള അസറ്റ്. ഇത് വെറും ഒരു ബസ് സ്റ്റോപ്പ് മാത്രമാണ്, നാളത്തേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ എന്ന് ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റ്. ഈ ലോകം എന്നുള്ളത് ഒരു കൃഷിയിടം മാത്രമാണ്, നാളത്തേക്ക് കൊയ്തു കൂട്ടാനുള്ള ഒരു കൃഷിയിടം മാത്രം. ആ കരിക്കുലത്തിൽ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുകയും മൂല്യങ്ങളെ ഉണ്ടാക്കുകയും മാത്രമായിരിക്കും. എന്നാൽ റിയലിസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്താണ് റിയലായിട്ടുള്ളത് അതാണ് റിയലായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെന്താണ് അനുഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ കാണുന്ന മഴയും മഞ്ഞും പ്രശ്നങ്ങളും വേദനകളും അതൊക്കെയാണ് ഉള്ളത്, വേറൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ടീമാണ് റിയലിസം. പിന്നെ പ്രാഗ്മാറ്റിസം, നമുക്ക് എങ്ങനെയാണ് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് കൂടുതൽ സുഖങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസം എന്നുള്ളത്. ഐഡിയലിസ്റ്റ് ടീച്ചർക്കുള്ള റോൾ എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് ബി എ മോഡൽ, ഒരു മോഡലായിരിക്കണം, എങ്ങനെ ഒരു റോൾ മോഡലായിരിക്കണം ടീച്ചർ. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ സാധാരണക്കായിട്ട് നമ്മുടെ ഇത് പലപ്പോഴും എന്താണ് ഐഡിയലിസ്റ്റായ ഒരു അപ്രോച്ചായിരിക്കും ഉണ്ടാവുക. നല്ല മൂല്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുക, എന്നാൽ കൂടുതൽ പ്രാഗ്മാറ്റിക്കായ കൺസെപ്റ്റുകൾ അതിൻ്റെ കൂടെ ചേർക്കുകയും ചെയ്യുന്ന ഒരു കരിക്കുലമായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇനി സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനാണ്. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയെ ഇപ്പോൾ എന്താണ് ജോൺ ഡേവി കണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മിനിയേച്ചർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തെ എങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത്, ഒരു സമൂഹത്തെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു സമൂഹം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു കൺസെപ്റ്റുകൾ പഠിക്കാനും ആ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാനൊക്കെ ഒരു സ്കൂള് ഒരു കരിക്കുലം നിമിത്തമാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു കരിക്കുലം ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഡൈവേഴ്സിറ്റി ഇൻ വാല്യൂസ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, പിന്നെ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഫാമിലി, ഡൈവേഴ്സിറ്റി ഇൻ കൾച്ചർ, ടെക്നോളജിക്കൽ ഗ്രോത്ത് തുടങ്ങിയ സമൂഹത്തിൻ്റെ മാറ്റങ്ങളെ കാണാനും സമൂഹത്തിൻ്റെ വ്യത്യസ്തതകളെ മനസ്സിലാക്കാനും കഴിയുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കരിക്കുലമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസാണ്. ഫിസിയോളജിക്കൽ നീഡ്സുകളുണ്ടാവും, അതുപോലെ തന്നെ
ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ്, മോട്ടിവേഷൻ ആവശ്യമുണ്ടായിരിക്കും, എസ്റ്റീം ആവശ്യമുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് സൈക്കോളജിക്കലായ ആവശ്യങ്ങളും വ്യത്യസ്തതകളും ഉണ്ടായിരിക്കും. ഹൈലി ഇൻ്റലക്ച്വലായ കുട്ടികളുണ്ടായിരിക്കാം, എന്നാൽ അങ്ങനെ ഇല്ലാത്ത കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഓരോ സ്റ്റേജുകൾ, വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ, വ്യത്യസ്തങ്ങളായ ആപ്റ്റിറ്റ്യൂഡുകൾ, ഇതെല്ലാം മനസ്സിലാക്കുകയും ഇതിനെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കരിക്കുലമാണ് ഉണ്ടാകേണ്ടത്. ഇനി കരിക്കുലത്തിൻ്റെ ടൈപ്സാണ്. ഇപ്പോൾ ട്രഡീഷണൽ സാധാരണ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് സെൻറ്റേർഡ് കരിക്കുലമാണ്. ഒരു സബ്ജക്റ്റ് ഉണ്ടാവുക, അതിനെക്കുറിച്ച് പഠിപ്പിക്കുക, അത് ഇങ്ങനെ കുത്തി ആളുകൾക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഈ ട്രഡീഷണൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് സെൻറ്റേർഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ. ഇനി ആക്ടിവിറ്റി സെൻറ്റേർഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ, ആക്ടിവിറ്റി സെൻറ്റേർഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പരമാവധി ആക്ടിവിറ്റികൾ കൊടുക്കുക, എന്നിട്ട് അവരെ പഠിപ്പിക്കുക. ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും, ആ കുട്ടികൾ അത് ചെയ്യിപ്പിക്കുക, എന്നിട്ട് കുട്ടികളുടേതായ രീതിയിൽ ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവരെ മനസ്സിലാക്കുക എന്നുള്ള കൺസെപ്റ്റ്. ഇനി ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അവരുടെ സോഷ്യൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ നീഡ്സ് അത് മനസ്സിലാക്കുകയും അവരുടെ കാപ്പബിലിറ്റീസും അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റാറ്റസ് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കരിക്കുലം. അവരെയാണ് അതിൻ്റെ ഫോക്കസ് ഉണ്ടായിരിക്കുക. അവർക്ക് എന്താണ് പഠിക്കേണ്ടത് എന്ന് അവർ തീരുമാനിക്കട്ടെ, അവരുടെ സ്റ്റേജുകൾ തീരുമാനിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക. അങ്ങനെയുള്ള ഒരു കരിക്കുലമാണ് ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം. എക്സ്പീരിയൻസ് സെൻറ്റേർഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് തുടങ്ങുന്നത്, അവിടെ നിന്നാണ് നിങ്ങളുടെ കരിക്കുലം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെ ആയിട്ടായിരിക്കും നമ്മളൊരു ജനറൽ കൺസെപ്റ്റ് വിട്ട് കൊടുക്കുന്നു, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പീരിയൻസ് സെൻറ്റേർഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ അൺഡിഫറൻഷിയേറ്റഡ് കരിക്കുലമാണ്. അൺഡിഫറൻഷിയേറ്റഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഈ ലോവർ ലെവലിലൊക്കെ സ്കൂളുകളിൽ ഒരു പ്രത്യേകിച്ച് കുറേ വിഷയങ്ങളൊന്നും മാറ്റാതെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫിസിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറയാതെ എല്ലാം കൂടി ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം സ്കൂളോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അല്ലാത്ത അതിനടിയിലുള്ള ക്ലാസ്സുകളിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ വിഷയാസ്പദമായി പഠിപ്പിക്കാതെ എല്ലാത്തിനും കൂടിയിട്ട് ഒരു പഠനം ഉണ്ടാക്കുകയും പിന്നീട് സ്പെഷ്യലൈസേഷൻ അത് മുകളിലുള്ള സ്റ്റേജുകളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന സിസ്റ്റം, അതിനാണ് അൺഡിഫറൻഷിയേറ്റഡ് കരിക്കുലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലാണ്. ഒരു കരിക്കുലം നിർമ്മിക്കേണ്ടതിൻ്റെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഒന്ന്, ചൈൽഡ് സെൻറ്റേർഡ്നെസ്. എപ്പോഴും ചൈൽഡിനെ ഫോക്കസ് ചെയ്യാണ്ടിരിക്കണം. ചൈൽഡ് ആരെയാണ് പഠിപ്പിക്കുന്നത്, അവരുടെ നിലപാടും അവരുടെ നിലവാരവും അറിഞ്ഞുകൊണ്ടായിരിക്കണം എപ്പോഴും കരിക്കുലം നിർമ്മിക്കേണ്ടത്. രണ്ടാമത്തേത് കമ്മ്യൂണിറ്റി സെൻറ്റേർഡ്നെസ്സാണ്. നേരത്തെ പറഞ്ഞ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ നോക്കുമ്പോൾ കമ്മ്യൂണിറ്റി എങ്ങനെയാണ്, കമ്മ്യൂണിറ്റിയുടെ നിലവാരവും കമ്മ്യൂണിറ്റിയുടെ ആറ്റിറ്റ്യൂഡും ആവശ്യകതയും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം കരിക്കുലം ഉണ്ടാക്കുന്നത്. ആക്ടിവിറ്റി സെൻറ്റേർഡ്നെസ് ആയിരിക്കണം. വെറും പുസ്തകങ്ങൾ മാത്രം എടുത്തു കൊടുത്ത് ഉണ്ടാക്കുന്ന ഒരു കരിക്കുലം ആകരുത്. ഇൻ്റഗ്രേഷൻ ഉണ്ടായിരിക്കണം. ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ലൈഫും പുസ്തകങ്ങളും തമ്മിലുള്ള ഇൻ്റഗ്രേഷൻ, സമൂഹമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ, അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ എല്ലാം ഏകീകരിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം കരിക്കുലത്തിന്. അടുത്ത പ്രിൻസിപ്പിൾ ഫോർവേഡ് ലുക്കിംഗ് ആണ്. എപ്പോഴും കരിക്കുലം നാളത്തേക്ക് നോക്കിയിരിക്കണം. ഇന്നലത്തെ മാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാൽ മാത്രം അവസാനിപ്പിക്കാൻ പറ്റില്ല ഒരു കരിക്കുലം. നാളത്തെ സ്വപ്നങ്ങളും നാളത്തെ വികസന സ്വപ്നങ്ങളും നാളത്തെ അവസ്ഥകളെയും മനസ്സിലാക്കാനും പുതിയ ടെക്നോളജികൾ, പുതിയ ചിന്തകൾ രൂപപ്പെടുത്താനും സഹായിക്കുന്ന ഒന്നായിരിക്കണം കരിക്കുലം. കൺസർവേറ്റീവ് ആയിരിക്കണം. എന്നാൽ അതുപോലെ തന്നെ ഏറ്റവും നല്ല മൂല്യങ്ങൾ, ഇന്നത്തെ മൂല്യങ്ങൾ അത് നാളത്തേക്കും കൊണ്ടുപോകാനുള്ള ഒരു കരുത്ത് കുട്ടികൾക്ക് കൊടുക്കാനും അത് പഠിപ്പിക്കാനും അതിനെ സുരക്ഷിതമാക്കാനും അത് സംരക്ഷിക്കാനും നാളത്തെ തലമുറക്ക് കൈമാറ്റം ചെയ്യാനും ഉതകുന്ന വിധമായിരിക്കണം ഒരു കരിക്കുലം ഫ്രെയിം ചെയ്യേണ്ടത്. നമ്മളിലെ ട്രഡീഷൻസ്, കൾച്ചർ, റിലീജിയൻ എന്നിവയിലെ ഏറ്റവും നല്ല മൂല്യങ്ങളെ നമുക്ക് ഇവിടെ ശേഷിപ്പിക്കേണ്ടതുണ്ട്.
പിന്നെ റിന്യൂവൽ ആയിരിക്കണം. റിന്യൂവൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് അല്ല. കാലികളെ മേ കാലികളെ മേച്ച് നടന്നിരുന്ന ഒരു കാലത്ത് നിന്ന് കാളവണ്ടിയിലേക്കും പിന്നീട് ഇന്ന് സൂപ്പർ സോണിക് വിമാനങ്ങളിലേക്കും മനുഷ്യന്മാരെത്തി. ടെക്നോളജി മാറിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഓരോ കാലം ചെല്ലും തോറും അവരുടെ ജീവിതത്തിലും ജീവിത നിലവാരത്തിലും അവരുടെ വീക്ഷണങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മൂല്യങ്ങളിൽ കടുംപിടുത്തം പിടിച്ചു നിൽക്കാൻ പാടില്ല. പുതിയ മൂല്യങ്ങൾ, ഏറ്റവും നല്ല മാറ്റങ്ങൾ സമൂഹത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിനും പുതിയ ചിന്തകൾക്കും പ്രോത്സാഹനം നൽകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരു ടെക്നോളജിയിൽ മാത്രമല്ല, ചിന്തയിലും ആശയങ്ങളിലും എല്ലായിടത്തേക്കും പുതിയ ചിന്തകളും പുതിയ സമീപനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. അതിന് പ്രചോദനം നൽകുന്ന ഉതകുന്ന ഒരു കരിക്കുലമായിരിക്കണം നിർമ്മിക്കേണ്ടത്. പിന്നീട് ക്രിയേറ്റീവ് ആയിരിക്കണം. അവ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുന്ന ഒരു ഒരു കരിക്കുലമായിരിക്കണം ഉണ്ടാകേണ്ടത്. സ്വന്തമായിട്ട് എഴുതാനും സ്വന്തമായി വായിക്കാനും സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാനും സ്വന്തമായി ആവിഷ്കരിക്കാനും കുട്ടികൾക്ക് കഴിവ് നൽകുന്ന, അതിനെ വളർത്തിയെടുക്കുന്ന ഒരു രീതിയായിരിക്കണം കരിക്കുലം അവലംബിക്കേണ്ടത്. പിന്നീട് മോട്ടിവേഷൻ വേണം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഈ പഠനം കൊണ്ടുള്ള ഗോള്, ലക്ഷ്യങ്ങൾ, എന്തുകൊണ്ട് പഠിക്കണം. എപ്പോഴും എഡ്യൂക്കേഷൻ ഒരു ഗോൾ ഡയറക്റ്റഡ് ആയിരിക്കണം. ലക്ഷ്യങ്ങളില്ലാത്ത പഠനത്തിൽ എപ്പോഴും നിരുത്സാഹവും നിഷ്ക്രിയത്വവുമാണ് നിറഞ്ഞു നിൽക്കുക. എപ്പോഴും നല്ല ലക്ഷ്യങ്ങളെ പറയാനും അതിനെ ഉത്തേജിപ്പിക്കാനും കഴിയുന്ന വിധത്തിലായിരിക്കണം കരിക്കുലം കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടേണ്ടത്. മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ലെവൽ, ഒരു വിദ്യാർത്ഥിയുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ മെച്യൂരിറ്റി ഉണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അതിനോട് സ്യൂട്ട് ആകുന്ന രീതിയിലായിരിക്കണം കരിക്കുലം കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടേണ്ടത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഒരു കരിക്കുലം പ്രിപ്പറേഷൻ ഫോർ ലൈഫ്, ഒരു ലൈഫിനെ പ്രിപ്പറേഷന് സഹായിക്കുന്നതായിരിക്കണം കരിക്കുലം ഉണ്ടാകേണ്ടത്. ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലും അതിൻ്റെ മാർഗങ്ങളിലും സ്വാധീനിക്കുന്ന ലൈവ്ലിഹുഡ്, ജീവിത മാർഗത്തിന് നമുക്ക് സഹായങ്ങൾ നൽകുന്ന സോഷ്യൽ ലൈഫ് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുന്ന, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകൾക്കും സ്വാധീനിക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്യുന്ന വിധത്തിലായിരിക്കണം കരിക്കുലം ഫ്രെയിം ചെയ്യേണ്ടത്. കരിക്കുലം ജീവിതത്തിലെ നല്ല മൂല്യങ്ങൾ നൽകണം. ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ, ചലഞ്ചുകളെ നേരിടാൻ വിദ്യാർത്ഥിയെ പ്രാപ്തമാക്കണം. എപ്പോഴാണ് കരിക്കുലം ഏറ്റവും നന്നാകുന്നത്? കരിക്കുലം തയ്യാറാക്കുന്നതിൻ്റെ അടുത്ത പ്രിൻസിപ്പൽ, തത്വം, ഇലാസ്റ്റിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. സമൂഹം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളുമുള്ള ആളുകളുണ്ട്. വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ആളുകളുണ്ട്. വ്യത്യസ്തങ്ങളായ സ്കില്ലും ആപ്റ്റിറ്റ്യൂഡുമുള്ള ആളുകളുണ്ട്. ഇൻ്റലക്ച്വൽ ലെവൽ വ്യത്യസ്തങ്ങളായ ആളുകളുണ്ട്. നാളെ മാറ്റങ്ങൾ വരാനുണ്ട്. അങ്ങനെ മാറ്റങ്ങൾക്കനുസരിച്ച് അവയോട് താതാത്മ്യപ്പെടാവുന്ന ഒരു കരിക്കുലമാണ് തയ്യാറാക്കേണ്ടത്. കംപ്രഹെൻസീവ് ആയിരിക്കണം, സമഗ്രമായിരിക്കണം, എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതായിരിക്കണം. ഒരുപാട് സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ആളുകളെയും വ്യത്യസ്തങ്ങളായ സോഷ്യൽ നീഡുകളെ ഉൾക്കൊള്ളാൻ കഴിയണം. കുട്ടികളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയണം. ഇൻഡിവിജ്വലും സോഷ്യലുമായ ഡെവലപ്മെൻറ്റിന് ഉതകുന്നതായിരിക്കണം. ഒരു സമഗ്രമായിരിക്കണം എപ്പോഴും കരിക്കുലം. പിന്നെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ ഇൻഡിവിജ്വൽ എയിംസ് ഉണ്ടായിരിക്കും, സോഷ്യൽ എയിമുകളുണ്ടായിരിക്കും, ലിബറലായ മൂല്യങ്ങളുണ്ടായിരിക്കാം, മൊറലായ മൂല്യങ്ങളുണ്ടായിരിക്കാം. എല്ലാ മൂല്യങ്ങളെയും എല്ലാ സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെയും സഹായിക്കാനും അതിന് പ്രചോദനം നൽകാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന വിധത്തിലായിരിക്കണം കരിക്കുലം നിർമ്മിക്കപ്പെടേണ്ടത്. പിന്നീട് യൂട്ടിലിറ്റിയാണ്. സഹായകരമായിരിക്കണം. വെറുതെ ഇപ്പോൾ അന്റാർട്ടിക്കയിലെ ജീവിതത്തിൽ എത്രമാത്രം അവർക്ക് ഉപയോഗമുണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ഐഡിയകളുണ്ടായിരിക്കണം. ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയെക്കുറിച്ചുള്ള
അറിവുണ്ടായിരിക്കണം. അങ്ങനെ ജീവിത ഗന്ധിയായിരിക്കണം എപ്പോഴും കരിക്കുലം ഉണ്ടാകേണ്ടത്. അപ്പോൾ ആകെ നമ്മൾ 15 പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞത്. പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻസ്. ഒന്ന്, ചൈൽഡ് സെൻറ്റേർഡ്നെസ്, കമ്മ്യൂണിറ്റി സെൻറ്റേർഡ്നെസ്സിനായിരിക്കണം. ആക്ടിവിറ്റി, കുട്ടികൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴും പ്രവർത്തനത്തിലൂടെ പഠിക്കുന്നതാണ് എപ്പോഴും പഠനമെന്നാണ് റൂസോ പറഞ്ഞിട്ടുള്ളത്. വെറും പാസീവ് ലിസണേഴ്സ് ആയിട്ട് മാത്രം ആരെ മാറ്റരുത്. ഇൻ്റഗ്രേഷൻ ഉണ്ടായിരിക്കണം. ലൈഫ്, സബ്ജക്റ്റ്, കമ്മ്യൂണിറ്റി എല്ലാവുമായി ഒരു ഏകോപനം ഉണ്ടായിരിക്കണം. ഫോർവേഡ് ലുക്കിംഗ്, നാളത്തേക്ക് കൂടിയുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിന് പുതിയ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന കരിക്കുലമാകണം വേണ്ടത്. കൺസർവേറ്റീവ് ആയിരിക്കണം. നല്ല മൂല്യങ്ങൾ എപ്പോഴും സൂക്ഷിക്കാനും അത് റിന്യൂവൽ ആയിരിക്കണം. എപ്പോഴും പഴയ വേണ്ടാത്ത റോട്ടൻ മൂല്യങ്ങളെ പുതുക്കാനും അതിന് പകരം നല്ല മൂല്യങ്ങളെ പകരം കൊണ്ടുവരാനുള്ള കഴിവ് നൽകുന്ന കരിക്കുലമായിരിക്കണം അത്. ക്രിയേറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. എപ്പോഴും കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കണം. നല്ല ലക്ഷ്യങ്ങൾ അവർക്ക് കൊടുക്കണം. പഠനം കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ, ജീവിതം കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എല്ലാം എപ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു കരിക്കുലമായിരിക്കണം ഉണ്ടാകേണ്ടത്. മെച്യൂരിറ്റി, കുട്ടികളുടെ മെച്യൂരിറ്റിയെ നാം നോക്കണം. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ മെച്യൂരിറ്റി എത്രമാത്രം മെച്യൂർഡാണ്, ഈ കണ്ടൻസ് പഠിക്കാൻ മെച്യൂർഡാണോ കുട്ടികൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള അവർക്കുതകുന്ന അവരുടെ മാനസിക ശാരീരിക അവസ്ഥകളോട് യോജിക്കുന്ന ഒരു കരിക്കുലമാണ് ഫ്രെയിം ചെയ്യേണ്ടത്. പ്രിപ്പറേഷൻസ് ഫോർ ലൈഫ്, ജീവിതത്തിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് കരുത്ത് പകരുന്ന, അതിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രാപ്തമാക്കുന്ന ആശയങ്ങൾ പകർന്നു നൽകുന്ന ഒരു കരിക്കുലമായിരിക്കണം വേണ്ടത്. നെക്സ്റ്റ്, ഇലാസ്റ്റിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. മാറ്റങ്ങളോട് അല്ലെങ്കിൽ വ്യത്യസ്തകളോട് എപ്പോഴും ചേരുന്ന, അതിനോട് കടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന കരിക്കുലമാണ് തയ്യാറാക്കേണ്ടത്. കംപ്രഹെൻസീവ്നെസ്, എപ്പോഴും സമഗ്രമായിരിക്കണം. ബാലൻസ് വേണം. യൂട്ടിലിറ്റി വേണം. ജീവിതഗന്ധിയായിരിക്കണം. ജീവിതത്തിൽ ഉപകാരപ്രദമായിരിക്കണം. ഇനി നമുക്ക് കരിക്കുലവും സിലബസും തമ്മിലൊരു കമ്പാരിസൺ നടത്താം. സിലബസ് എന്ന് പറഞ്ഞാൽ ഇസ് എ സ്പെസിഫിക്കേഷൻ ഓഫ് ദി വർക്ക് ഓഫ് എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലാസ് ഓർ സബ്ജക്റ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ക്ലാസ്, സബ്ജക്റ്റ് എന്നിവയ്ക്ക് നൽകുന്ന ഒരു സ്പെസിഫിക്കേഷൻ മാത്രമാണ് സിലബസ്. സിലബസ് വെർബലാണ്, വാക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. ബുക്ക് ഓറിയൻറ്റഡ് ആണ്. പുസ്തകങ്ങളും എഴുത്തുകുത്തുകളുമായി ബന്ധപ്പെട്ടതാണ്. തിയോററ്റിക്കലാണ്, സൈദ്ധാന്തികമാണ്. കരിക്കുലം വെർബൽ മാത്രമല്ല, അതിൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം, അതിൽ എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കാം. ബുക്ക് ഓറിയൻറ്റഡോ തിയോററ്റിക്കൽ മാത്രമല്ല. സിലബസ് എന്ന് പറഞ്ഞാൽ നാരവാണ്. ഒരു വളരെ ഇടുങ്ങിയ ഒരു കൺസെപ്റ്റ് മാത്രമാണ് സിലബസ്. സെറ്റ് ഫോർ എ സ്പെസിഫിക് സബ്ജക്റ്റ്, ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ മാത്രമാണ്. എന്നാൽ കരിക്കുലം എന്ന് പറഞ്ഞാൽ നാരല്ല. കരിക്കുലം എന്ന് പറഞ്ഞാൽ ബ്രോഡാണ്, വിശാലമാണ്. ഇനി സിലബസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വിശാലമായതുകൊണ്ട് തന്നെ ഈ പാർട്ട് ഓഫ് കരിക്കുലത്തിൻ്റെ ഒരു പാർട്ട് മാത്രം, ഒരു ഭാഗം മാത്രമാണ് സിലബസ്. ഇനി ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ, എഴുതി തയ്യാറാക്കുന്ന സാധനങ്ങളാണ്. എന്നാൽ കരിക്കുലം അങ്ങനെയല്ല. സിലബസ് എപ്പോഴും ഫോർ എ ഫിക്സഡ് ടൈം, എപ്പോഴും ഒരു ചെറിയ ഫിക്സഡ് ടേമിന് മാത്രമായിരിക്കും. ഒരു ഇയർ അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ, അതിനായിരിക്കും ഒരു സിലബസ് ഉണ്ടാക്കുന്നത്. എന്നാൽ കരിക്കുലം ആയിരിക്കില്ല. കരിക്കുലം ഒരു ലോങ് 10, 12, 15 വർഷങ്ങൾക്കൊക്കെയാണ് ഒരു കരിക്കുലം ഉണ്ടായിരിക്കുക. എന്നാൽ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.